ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫുൾ ഡേ റുട്ടീനായിട്ടാണ്. ഇതിലൊരുപാട് വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നാടൻ ലഞ്ച് റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പം വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അന്നത്തെ ദിവസം ഞാൻ രാവിലത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ആ കാര്യം കഴിഞ്ഞ വ്ളോഗിൽ ഞാനെല്ലാം ഷെയർ ആക്കിയിട്ടില്ലേ. ഇന്നെന്തായാലും ഇല്ലേ ഉമ്മന്നെ എനിക്ക് വട കൊടുത്തയച്ചിട്ടുണ്ടായിന്. ഉമ്മ വട ഉണ്ടാക്കിയേരം ഞാൻ ഉണ്ടാക്കി നീ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ടായിന്. അപ്പോൾ കാരണം എന്നാലും ചായ ഉണ്ടാക്കിക്കോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കുറച്ച് നാളായി നമ്മൾ ചായ കുടിയെല്ലാം കുറവാണ്. പക്ഷെ ഇങ്ങനെ വട കല്ലുമ്മക്കായ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചായ കുടിക്കാണ്ടിരിക്കാൻ തോന്നില്ലല്ലോ. അങ്ങനെ ചായ ഉണ്ടാക്കലാണ്. പിന്നെ പതിപോലെ തന്നെ രാവിലത്തെ റൂട്ടീനെല്ലാം സെയിം തന്നെയാണ്. എപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ആക്കാണ്ടിരുന്നത്. ഇന്നാണെന്നുണ്ടെങ്കിലേ കുറേ വിശേഷങ്ങൾ ഷെയർ ആക്കാനുണ്ട്. പിന്നെ എന്നോട് എന്താ പറയുക, നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കലില്ലേ അടുപ്പെന്തായി, പുതിയ കിച്ചൺ വന്നേരം അത് പൊട്ടിച്ചോ എന്നെല്ലാം. അടുപ്പിൽ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനത്തെ ചായയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എടുക്കലാണ്. പിന്നെ ഉഴുന്നോടൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിന്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലേ ഇർഫാന ഷംഷീർ ഉഴുന്നുവട റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊങ്ങി വന്ന ഉഴുന്നുവടേൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈസിയാന്ന് ഉണ്ടാക്കാൻ വേണ്ടിക്ക്. നല്ല ടേസ്റ്റി അല്ലേ ഉഴുന്നുവടയും ചായയും ചമ്മന്തി എല്ലാം കഴിക്കാൻ വേണ്ടിക്ക്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും ചിലർക്കെല്ലാം എന്താ പറയുക ഫ്ലോപ്പായി പോക്കുന്നെല്ലാം പറയലില്ലേ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാനതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഷെയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ സെർവ് ചെയ്യലാണ്. അതിനിടയിലേ രാവിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഷൂട്ട് ചെയ്തിട്ടില്ല. അതിനിടയിൽ മോനെ കുളിപ്പിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. മോനിക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഇതുപോലെ ഒരുമിച്ചെടുക്കലാണ് കേട്ടോ. നമ്മളെല്ലാവരും കുട്ടികൾക്ക് വാരിക്കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് 2 പ്ലേറ്റല്ലേ കഴുകേണ്ട ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അടുക്കൽ. പിന്നെ ഞാനിതിൽ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം എന്താ പറയുക ലിങ്ക് ഞാൻ ഷെയർ ആക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ. കഴിഞ്ഞ വീഡിയോയിൽ അത് ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തോ. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ച പാത്രങ്ങളുടെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ട്രെൻഡോൾ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇതാ ചായ നല്ല ചൂട്. ഞാനില്ലേ അധികം വിചാരിക്കും ചായയെല്ലാം അടിച്ചിട്ട് ഒഴിക്കണമെന്ന്. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടാവുമ്പോൾ നമുക്ക് അടിക്കാനെല്ലാം ടൈം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കുട്ടികൾ സ്കൂളിലും പോകണം, വീഡിയോ ഷൂട്ടിങ്ങും എല്ലാം ആകുമ്പം അടിക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. നല്ല അടിച്ച് ചായ കഴിക്കാനല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ മിന്നാന്ന് ഞാൻ ചെയ്ത വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. മാഷാഅല്ലാ ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിന് ഇർഫാൻ എന്താ കമൻറ്റിന് റീപ്ലൈ തന്നാൽ എന്താ കുഴപ്പം, നമ്മൾ കമൻറ്റ് ഇടുന്നുണ്ടല്ലോ. അതിലെ നമ്മളൊരു ദിവസം ഒരുപാട് പണികൾ എടുക്കുന്നില്ല. അപ്പം കുറേ സമയം ഫോണ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കമൻറ്റിന് കുറേ കമൻറ്റ്സ് ഉണ്ടാവില്ല. അപ്പം ഞാൻ വായിക്കും, റീപ്ലൈ കൊടുക്കാമെന്ന് പറയുമ്പോൾ കുറച്ച് അധികം ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്ക് പെയിൻ്റെ പ്രശ്നമെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത കാര്യം. കുറേ സമയം ഒന്നാമത് ഞാൻ കുറേ സമയം എഡിറ്റ് ചെയ്യും, ഫോണിൽ തന്നെ ഇരിക്കും ഒരു ഡേ മൊത്തത്തിൽ. അപ്പോൾ കമൻസ് എല്ലാം വായിക്കുന്നുണ്ട്. നിങ്ങളെ കമൻസ് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒക്കെയും മക്കളും എല്ലാം പോലാണ്. പിന്നെന്താ മുഹമ്മദ് ഇപ്പില്ല, എന്നോട് അധികം മുഹമ്മദിന് മുടി മുറിച്ച് കൊടുത്തൂടെ എന്നല്ല ചോദിക്കലുണ്ട്. പക്ഷെ ഓനിക്കിപ്പം വലിയ മുടിയാണ് ഇഷ്ടം. എന്നിട്ട് ഇപ്രാവശ്യം മുടി മുറിച്ചിട്ട് വന്നിട്ട് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. ഇൻഷാ അല്ലാഹ് മുറിച്ച് കൊടുക്കണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ഓനിക്ക് വലിയ മുടിയാണ് ഇഷ്ടം. പിന്നെ എൻ്റെ മാലയിലെ അത് പൊട്ടിപ്പോയിട്ടുണ്ടായിനെ. ഞാൻ എൻ്റെ വീഡിയോസിൽ കണ്ടവർക്ക് അറിയുണ്ടാവും. ഒരു ബ്ലൂ ഡ്രസ്സ് ഇട്ടേരാൻ എൻ്റെ മാല കണ്ടിട്ടുണ്ടായിട്ടില്ലേ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനെ. അത് ഗോൾഡ് തന്നെയാണ്. കുറേ ആൾക്കാർക്ക് ഇഷ്ടമായി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. എന്തോ കുടുങ്ങിപ്പോയിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിന്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിക്ക് ഞാൻ ഇക്കാൻ്റെ കയ്യിൽ കൊടുത്തതാണ്. പിന്നെന്താ നമ്മൾ ഒരു താറാവ് ചത്തുപോയേ, എന്താണെന്നറിയില്ല, ഭയങ്കര സങ്കടമായി പോയിട്ടുണ്ടായിന്. ഒരു താറാവ് ചത്തുപോയി. അങ്ങനെ ഇന്നാണെന്നുണ്ടെങ്കിലേ ഗാർഡൻ കട്ട് ചെയ്യാൻ വേണ്ടിക്ക്, ഗ്രാസ് കട്ട് ചെയ്യാൻ വേണ്ടിക്ക് ആൾക്കാർ വരും. ഗ്രാസ് നല്ലോണം വലുതായിട്ടുണ്ടേ.
പിന്നെ നിങ്ങൾ കോഴിനെയും താറാവിനെല്ലാം വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തിട്ടാന്നിങ്ങനെ പെട്ടെന്ന് ഡക്കെല്ലാം ചത്തു പോകുന്നു താറാവെല്ലാം ചത്തു പോകുന്നെന്ന് എനിക്കറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്ത് വെള്ളം കുറഞ്ഞിട്ടാണോ അല്ല വേറെ എന്തെങ്കിലും അസുഖമായിട്ടാണോ അങ്ങനെ അതിനെ വളർത്തുന്നവർക്ക് നല്ലോണം അറിയുമായിരിക്കൂലേ. എനിക്കൊന്ന് പറഞ്ഞു തരണേ. അറിയുന്നുണ്ടെങ്കിൽ അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. മുഹമ്മദ് ബായ്. ഇനിയിപ്പോൾ ഇതാ ഗ്രാസ് കട്ടിങ്ങിന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 മാസം 3 മാസം കൂടുമ്പോൾ തന്നെ നല്ലോണം വലുതാവും കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഉണ്ടാവില്ല. ഇത് വലുതാവും, വീണ്ടും കട്ട് ചെയ്യണം അങ്ങനെ. പപ്പണിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഗ്രാസ് കട്ടിങ്ങെല്ലാം നോക്കിക്കാൻ വേണ്ടിക്ക്. ജസ്റ്റ് നിങ്ങളും കൂടി എന്താ പറയുക നിങ്ങളും കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ആക്കിയതാണ്. നമ്മളപ്പുറത്തെ വീടില്ലേ അവിടെ ഒരു മാവ് ഉണ്ടായിട്ടില്ലേ, 2 മാവ് ഉണ്ടായിട്ടില്ലേ, അത് രണ്ടും അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രകാശം കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. മാഷാ അല്ലാ. മക്കളും പോയരില്ലേ കുറച്ച് സമയം ഗ്രാസ് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നോക്കി നിന്ന് ഇനിയിപ്പോൾ ഇതാ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിക്ക് കിച്ചണിലേക്ക് വന്നതാണ്. നിങ്ങളെപ്പോഴും ചോദിക്കുന്നില്ല ഈ അടുപ്പ് എന്തായി എന്നെല്ലാം. ഞാൻ ഈ ചോറിന് വെള്ളം വെച്ചിട്ട് ഇപ്പുറത്തേക്ക് വന്നതാണ്. ഒന്ന് ക്ലീനാക്കാനുണ്ട്, മൊത്തത്തിൽ ക്ലീനാക്കാനുണ്ട്, അടിച്ചു വരാനുണ്ട്, തുടക്കാനുണ്ട്, പൊടി കളയാനുണ്ട് അങ്ങനെ. അപ്പോൾ ഇതാ ആദ്യം ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ച് വെക്കലാണ്. സാധാരണ ഞാൻ തുടച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിക്കുക. ഇപ്പം നല്ലോണം ടയർഡാവുന്നതുകൊണ്ട് തന്നെ ഇപ്പം നേരത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ചിടും. എന്നിട്ട് എന്താ പറയുക എന്നിട്ടാണ് അടിച്ചുവാരി തുടക്കുക. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം വിരിച്ചിടലാണ്. പിന്നെ ജനലും എന്താ പറയുക ഗ്ലാസും കാര്യങ്ങളിലില്ലേ ഒരു ദിവസം അങ്ങനെ ക്ലീൻ ആക്കുക. തുടക്കുന്നതിന് ഒരു ദിവസം മുമ്പേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ തുടക്കുന്ന ദിവസം ബെഡ്ഷീറ്റും പിന്നെ മാറ്റെല്ലാം ഉണ്ടാവില്ലേ നിലത്തിടുന്ന അതെല്ലാം അലക്കാനിടും. അന്നത്തെ ദിവസം തന്നെ അലക്കിയിട്ട് ഉണക്കിയെടുക്കും കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റെല്ലാം മാറ്റും, എന്താ പറയുക ബെഡ്ഷീറ്റെല്ലാം പുതിയത് വിരിച്ചിട്ടിടും. പിന്നെ അടിച്ചുവാരി തുടക്കലാണ് അന്നത്തെ ദിവസം, അതാണ് ചെയ്യുക. പിന്നെ ഡെയിലി ടേബിളും മേശയും കാര്യങ്ങളെല്ലാം തുടച്ചിട്ടിടും കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ കിച്ചണും കാര്യങ്ങളെല്ലാം ഞാൻ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തയച്ചുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണിൽ കാര്യമായിട്ട് ഇന്ന് പണിയുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ടൈമും കിട്ടി. ഇപ്പം ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ച് കുറച്ച് സമയം ഫോണിൽ ഇങ്ങനെ എന്തെങ്കിലും കമൻസും കാര്യങ്ങളും എല്ലാം വായിച്ചിരിക്കും. ഇനിയിപ്പോൾ ഇതാ എനിക്ക് എന്താ പറയുക ടേബിളും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ചിടണം. പിന്നെ ഈ ഒരു കാർപ്പറ്റിൽ അതിൽ നല്ല ചെറിയ ചെറിയ പൊടികളുണ്ടാവും, അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. മുഹമ്മദ് എന്തെങ്കിലും കഴിച്ച കാര്യങ്ങളും പൊടികളും എല്ലാം ഉണ്ടാവും കേട്ടോ. എപ്പോഴും നീറ്റായിട്ട് തന്നെ എല്ലാം ഉണ്ടാവൽ. നമ്മൾ ഡെയിലി അങ്ങനെ ക്ലീൻ ആക്കുന്നതുകൊണ്ടാണ് എപ്പോഴും നീറ്റായിട്ട് കാണുന്നത്.
അപ്പോൾ ഇതാ അതെന്താ പറയുക അതെല്ലാം തുടക്കാനുള്ള ആദ്യം ഞാനില്ലേ കുറച്ച് വെള്ളത്തിൽ എന്തെങ്കിലും നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ലിക്വിഡ് ആക്കും. എന്നിട്ട് അതിൽ തുണി മുക്കിയിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എളുപ്പപ്പണിയല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ടിഷ്യൂ എടുത്തിട്ട് വെറ്റ് വൈപ്സ് ഉണ്ടാവില്ലേ അതെടുത്തിട്ട് വേഗം തുടച്ചെടുക്കലാണ്. പിന്നെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുണി വെച്ചിട്ട് തന്നെ അങ്ങനെ ക്ലീൻ ആക്കി എടുക്കലാണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യണേ. ഞാൻ എപ്പോഴും പറയുന്നാലും നിങ്ങളെ ലൈക്കും കമൻസും കാണുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക. അങ്ങനെ പിന്നിലെ നമ്മളെപ്പോഴും തുടക്കുന്ന ദിവസം ബാക്കിയുള്ള പണികളൊന്നും ചെയ്യാൻ നിൽക്കാൻ പാടില്ല. ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കാൻ ഉദ്ദേശിക്കുന്ന തലേ ദിവസം ഈ ജനൽ, ഫാന്, അതുപോലെ തന്നെ TV സ്റ്റാൻഡിൻ്റെ പൊടികൾ അതെല്ലാം എടുക്കുക കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം തുടക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം മാറ്റുക, അതലക്കാനിടാം. എന്നിട്ട് അന്നത്തെ ദിവസം കേട്ടോ തുടക്കണ്ടേ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡബിൾ പണിയാവും. പൊടികളയിലും തുടക്കലും എല്ലാം ഒരു ദിവസം തന്നെ ആവുമ്പോൾ നമുക്ക് 3-4 മണിയായി കഴിഞ്ഞാലും പണികൾ തീരാത്ത പോലത്തെ ഒരു ഫീൽ ആയിരിക്കും. പിന്നെ ആ തുടയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇരിക്കണം നമ്മൾ നമ്മുടെ കബോർഡും കാര്യങ്ങളെല്ലാം മടക്കി നീറ്റാക്കി വെക്കാൻ. അങ്ങനെ 3 ദിവസത്തിൻ്റെ പണിയിലാണ് കേട്ടോ നമ്മൾ വീട് നല്ല ഫ്രഷ് ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാവുക. ഒരു ദിവസം തന്നെ മടക്കൽ, ഒരു ദിവസം തന്നെ പൊടികളയിൽ, ആ ദിവസം തന്നെ തുടക്കലെല്ലാം ആകുമ്പോൾ രാത്രി വരെ പണി തീരില്ല. പണ്ട് ഞാനെല്ലാം ചെറുതിലുണ്ടാകുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മക്ക് OCDൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയില്ലേ ആ ദിവസം തന്നെ തുടക്കും, ആ ദിവസം തന്നെ അടിച്ചു വരും, ആ ദിവസം തന്നെ എന്താ പറയുക പൊടികളെയും മടക്കി വെക്കും. ഫുൾ ഈ കട്ടിലെല്ലാം കബോർഡും കട്ടിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റി ആ പൊസിഷനെല്ലാം മാറ്റി ഒരു ഫ്രഷ് ഫീൽ കിട്ടാൻ വേണ്ടിക്ക്. എന്നിട്ട് ഉമ്മാക്ക് ബാക്ക് പെയിൻ്റെ നല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിനെ. സത്യം പറഞ്ഞാൽ മുറ്റത്തോലും ഇറങ്ങിയിട്ട് ആ ചട്ടിയെല്ലാം പൊന്തിച്ചിട്ട് ചട്ടിൻ്റെ ആ ഒരു സ്ഥലത്ത് തന്നെ വെക്കൂല ഉമ്മാക്ക് നല്ലൊരു മാറ്റം കാണണമെന്ന് പറഞ്ഞിട്ട് ഓരോരോ ഭാഗത്തേക്കാണ് ഉമ്മ വെച്ച് കൊടുക്കൽ. അതുകൊണ്ട് തന്നെ മാഷാല്ലാ ഉമ്മാൻ്റെ കണ്ടുകൊണ്ട് തന്നെ അങ്ങനെ ഒരിക്കലാവാൻ പാടില്ലാന്ന്. ഉമ്മാൻ്റെ ഒരുപാട് നല്ല ഗുഡ് ക്വാളിറ്റി ഉണ്ട്, നല്ല വൃത്തി കാര്യങ്ങളെല്ലാം തന്നെയാണ്. പക്ഷേ ഉമ്മ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ പണിയും തീർക്കുന്നുണ്ട്. നമ്മൾ സ്കൂൾ വിട്ടിട്ട് വന്നാലും ഉമ്മാൻ്റെ പണി തീരൂല. 9 മണിയല്ല രാത്രി ഉമ്മാൻ്റെ പണി തീരണമെന്നുണ്ടെങ്കിൽ. പക്ഷേ പിറ്റേ ദിവസം ഭയങ്കര ഫ്രഷ് ആയിരിക്കും വീട് കാണാൻ. പക്ഷേ ഉമ്മ നല്ല ടയേർഡായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എൻ്റെ വീട് വെച്ച് തരാൻ ഞാൻ വിചാരിച്ചതാണ് അങ്ങനെ ഒരിക്കലും ചെയ്യൂലാന്ന്. ഉമ്മയും ഇപ്പം അങ്ങനെയല്ല കേട്ടോ ചെയ്യൽ. ഇപ്പം എൻ്റെ അടിച്ചു വാരലും എന്താ പറയുക ടാബിളും കാര്യങ്ങളെല്ലാം തുടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ആ ടൈം കൊണ്ട് തന്നെ ചോറ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചോറ് പോകാൻ വേണ്ടിക്ക് കുറേ ടൈം നമ്മൾ നിൽക്കണ്ടാവല്ലോ. അതിനിടയിൽ നമുക്ക് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യാമല്ലോ. ഈ അടുപ്പ് എന്താ ചെയ്തതെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി. ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നും ഇങ്ങനെ അടുപ്പിൽ കുക്ക് ചെയ്യാൻ വേണ്ടിക്ക്. അതുകൊണ്ട് ഞാൻ ഇതെന്തായാലും ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആക്കൂറ മിന്നാന്ന് വാങ്ങിയിട്ടില്ലേ, ആക്കൂറ ബിരിയാണി കുറേ ആൾക്കാർ ട്രൈ ചെയ്തിട്ട് ഫോട്ടോ എല്ലാം എനിക്ക് അയച്ചു തന്നിനെ. താങ്ക് യു സോ മച്ച്. അടിപൊളിയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി. ആക്കൂറ വെച്ചിട്ടുള്ള എൻ്റെ ഒരു സ്റ്റൈൽ മീൻ കറിയാണ് കാണിക്കുന്നത്. ഉലുവ കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ. ഇനിയിപ്പം ഒരു ഉള്ളി, 2 തക്കാളി, 8 അല്ലി വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് പച്ചമാങ്ങ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ചേർത്ത് കൊടുക്കുക. അതും ഇല്ലാന്നുണ്ടെങ്കിൽ 4 തക്കാളി എടുത്തോട്ടാ. എല്ലാം ഒരേ ടേസ്റ്റ് തന്നെയാണ് വരിക. പുളിക്ക് വേണ്ടിയിട്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കാം. എൻ്റെ സ്റ്റൈൽ മീൻ കറി ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. കോട്ടയം സ്റ്റൈൽ മീൻ കറിയെല്ലാം ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് മീൻ കറിയാണ്. ഭയങ്കര ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടില്ലേ ഇത് നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം വഴഞ്ഞു വന്നാലേ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ പച്ചമാങ്ങ ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഒരു ടൈം വേണം പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് വന്നാൽ മാത്രമേ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിനിടയിൽ ഞാൻ കറിവേപ്പില ഒന്ന് കട്ടാക്കി എടുക്കാൻ പോയിട്ടുണ്ട്. പിന്നെന്താ ബോഗൻവില്ലയ്ക്കുള്ള എന്താ പറയുക ആ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വളയില്ലേ, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ ചാണകമെല്ലാം ഞാൻ മിക്സാക്കി വെച്ചതാണ് ബക്കറ്റിൽ പുളിപ്പിക്കാൻ വേണ്ടിക്ക്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബാക്കിയുണ്ട്. അത് അടുത്ത ആഴ്ച ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ മാറ്റി വെച്ചതാണ്. ഭയങ്കര സ്മെല്ലായിരിക്കുക വീട് മൊത്തം, വീടിന് ചുറ്റും. എന്നാലും നല്ലോണം ഫ്ലവർ ചെയ്യും. അപ്പോൾ ഇതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കലാണ്. നല്ലോണം തിളച്ച് വരുന്ന ടൈം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആ ടൈം തന്നെ മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ മത്തി വെച്ചിട്ടും മൈല വെച്ചിട്ടും ഏത് മീൻ വെച്ചിട്ടും റെഡിയാക്കി എടുക്കുക. നല്ല നീര് ദോശയെല്ലാം ഉണ്ടാവില്ലേ, അതിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ ഇതാ മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് മാറ്റി കൊടുക്കലാണ്. ഇനി ഞാൻ ചെമ്മീനല്ല, കൂന്തൽ റോസ്റ്റാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സൈസിലുള്ള ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഇതാ ഒരു വലിയ സൈസിലുള്ള ഉള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, 2-3 പച്ചമുളക്, ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നല്ലോണം കുക്കായിട്ട് വരണം കേട്ടോ. എന്നിട്ട് സാധാ നമ്മൾ ബീഫെല്ലാം വരട്ടൂല അതുപോലെ ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, മല്ലിയില പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം നല്ലോണം കുക്കായിട്ട് വന്ന ശേഷം കേട്ടോ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ലും നല്ലോണം മാറണം കേട്ടോ. മുളകിൻ്റെ ആ ഒരു പച്ച ചവ മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് എന്തായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചില ആൾക്കാരുണ്ടാക്കുന്ന മീൻ കറിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മുളകിൻ്റെ ചുവലുണ്ടാവില്ലേ, അതിങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ്. ഇങ്ങനെ ചെയ്തതിനാൽ അതിൽ പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇത് നമ്മുടെ ഒരു കണ്ണൂർ കണ്ണൂർ എല്ലാവരും ഇങ്ങനെയല്ലേ ഉണ്ടാക്കൽ, നമ്മളെ വീട്ടിലെല്ലാം ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ദോശൻ്റെ കൂടെ, പത്തിരിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അതിനിടയിൽ എൻ്റെ ഒരുപാട് പണികൾ ഞാൻ തീർക്കുന്നുണ്ട്. വീഡിയോ എടുക്കൽ മാത്രം നടത്തി കഴിഞ്ഞാലില്ലേ ഒക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും എൻ്റെ പണിയെല്ലാം ബാക്കിയാവും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പണികളും അടുപ്പും കാര്യങ്ങളും എല്ലാം തുടച്ചെടുക്കലാണ്. എനിക്കില്ലേ വൃത്തിയിൽ അടുപ്പ് കാണാനാണ് ഇഷ്ടം. അടുപ്പിൽ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് മോശമാവില്ല അടുപ്പെല്ലാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തുടച്ചു കൊടുക്കലുണ്ട്. കുറച്ച് കൈ നിറയാൻ കറിവേപ്പിലയും കൂടി, നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം വറ്റിച്ചെടുക്കണം. അവസാനം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം അടുപ്പിലാക്കാന്ന് തന്നെയാണ് വിചാരിച്ച്. പിന്നിൽ ഞാൻ ടൈം എത്തൂല, ഒക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും എല്ലാം ആവില്ല. എനിക്ക് തുടക്കാനും ഉണ്ട്, ബാക്കിയെല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതാ വേഗം അടുപ്പ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വേഗം ഇതാ പപ്പടവും പിന്നെ വറവും ഇതിലുണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞ് കയറുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് പണിയെല്ലാം കഴിഞ്ഞൊന്ന് കുളിച്ച് ഫ്രഷായി ളുഹർ നമസ്കാരവും കാര്യങ്ങളെല്ലാം ചെയ്യണം. അതുകൊണ്ട് തന്നെ വേഗം ഇവിടുന്ന് തന്നെ പപ്പടവും കാര്യങ്ങളും എല്ലാം ചുട്ടെടുക്കലാണ്. നമ്മളില്ലേ അധികവും ചോറുണ്ടാക്കൽ കുറവാണ്, അധികവും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമാണ് ഉണ്ടാക്കൽ. എപ്പോഴെങ്കിലും ഒരിക്കൽ ഇങ്ങനെ ചോറുണ്ടാക്കും. ഇങ്ങനെ ചോറുണ്ടാക്കുന്ന സമയം അടുപ്പിൽ ഉണ്ടാക്കുമ്പം പ്രത്യേക ടേസ്റ്റിയെല്ലാം ഉണ്ടാവുക. അങ്ങനെ അടുപ്പിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ കുറേ ആയി നിങ്ങൾ ചോദിക്കുന്നത് അടുപ്പ് എന്തായി എന്നല്ല. ഞാൻ ചോദിച്ചു ഇന്ന് എന്തായാലും അടുപ്പിൽ തന്നെ കുക്ക് ചെയ്യാന്ന്. പിന്നില്ലേ എൻ്റെ അടുപ്പിൽ ആ ഒരു റിങ്ങില്ലേ, അത് എന്തോ എന്താ പറയുക, ഇവിടെ കിച്ചണിലെ പണിയെല്ലാം ആയ സമയം എങ്ങനെയോ മിസ്സായിപ്പോയി.
ആ കിണറ്റിൻ്റെ ഭാഗമെല്ലാം കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ആ ഭാഗമില്ലേ കുറേ പാത്രങ്ങളുണ്ട്, അതൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല. ഇൻഷാല്ല വീഡിയോയിൽ കാണിക്കട്ടോ. അതിനിടയിൽ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡിയാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് തുടച്ചെടുക്കലാണ്. ഫുള്ളായിട്ട് വീട് മൊത്തത്തിൽ തുടച്ചെടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വ്ളോഗ് കാണാത്തവരെന്തായാലും കണ്ടോക്കാം. ഒരുപാട് പേര് നല്ല നല്ല കമൻസ് തന്നൊരു വീഡിയോ ആണ്, നിങ്ങൾ എന്തായാലും കണ്ടോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കലാണ്. ഞാനില്ലേ 2 വെള്ളത്തിൽ അങ്ങനെ തുടച്ചെടുക്കും. ആദ്യം മൊത്തത്തിലൊന്ന് കുറച്ച് വെള്ളം അധികം ആക്കിയിട്ട് തുടച്ചെടുക്കും. നിലത്ത് കുറച്ച് വെള്ളം അധികം ആക്കിയിട്ട് തുടച്ചെടുക്കും. എന്നിട്ട് വീണ്ടും ആ ഒരു മോപ്പും കാര്യങ്ങളെല്ലാം ഊമ്പിയിട്ട് കഴുകിയിട്ട് വീണ്ടും അങ്ങനെ തുടച്ചെടുക്കലാണ് കേട്ടോ. അതിനിടയിൽ ഇന്ന് കുറേ അലക്കാനുണ്ടായിട്ടുണ്ടായിന്. ആ അലക്കലും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. കാര്യം ബെഡ്ഷീറ്റ് മാറ്റിയ ദിവസം അന്ന് തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളും പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ അലക്കിയെടുക്കും കേട്ടോ. ആ ടൈം തന്നെയാണ് ഈ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും തുടക്കുന്ന എന്താ പറയുക തുണികളെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം അലക്കിയെടുക്കുക. പിന്നെ ആൻറ്റി ബാക്ടീരിയയിലാണ് കേട്ടോ അലക്കിയെടുക്കുക. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങനെ അലക്കിയെടുക്കലാണ്. പിന്നെ എൻ്റെ പണ്ട് മുതലേയുള്ള വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും, ഞാൻ ഓരോ ദിവസം ഓരോരോ ആൾക്കാരതാണ് അലക്കുക. പിന്നെ ഞാനിടുന്ന സൽവാറും കാര്യങ്ങളെല്ലാം ഉണ്ടോയെന്ന് വെച്ചിട്ട് വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിനെ. ഞാനില്ലേ അത് പ്രീ ബുക്ക് ചെയ്തവർക്ക് മാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അത് സോൾഡ് ഔട്ടായി കേട്ടോ. കാര്യമില്ലേ ഞാനിപ്പോൾ ഇടുന്ന ഏകദേശം പാകിസ്ഥാനി സൽവാറെല്ലാം 3500 മുകളിൽ പ്രൈസ് വരുന്നതാണ്. പക്ഷേ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഞാൻ ഇപ്രാവശ്യം സൽവാറെല്ലാം സൽവാർ മെറ്റീരിയൽ കൊണ്ടാന്ന് 750 മുതൽ 4000 5000 വരെ പ്രൈസ് റേഞ്ചിലുള്ള സൽവാർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പം ഇല്ലേ പ്രീ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഞാൻ എന്താ പറയുക ഞാൻ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള സൽവാർ കൊണ്ടുവന്നിട്ടില്ല. കാര്യം കൊണ്ടുവന്നിട്ട് എല്ലാവരും വാങ്ങിയിട്ടില്ലെങ്കിലോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ്. പക്ഷേ എല്ലാവർക്കും മാഷാ അല്ലാഹ് വേണ്ടത് ആ ഒരു ടൈപ്പ് സൽവാർ തന്നെയാണ്. ആ ഒരു സെക്കൻഡ് ക്വാളിറ്റി വരുന്ന സൽവാറായിരിക്കും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം ഇനി ചെയ്യുമ്പം ഞാൻ യൂസ് ചെയ്യുന്ന ടൈപ്പ് സൽവാർ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതും ക്വാളിറ്റി കൂടിയതെല്ലാം രണ്ടും ഉൾപ്പെടുത്തി ഇനിയും കൊണ്ടുവരുന്ന സമയം എന്താ പറയുക സെക്കൻഡ് ക്വാളിറ്റി കൊണ്ടുവരണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നിതാ ഞാനില്ലേ അതിനിടയിൽ തുടക്കലും എല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഫ്രഷായി നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഒക്കെ വന്നിട്ടുണ്ട് സെർവ് ചെയ്യലാണ്. നല്ല എന്താ പറയുക പയറ് വറുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പപ്പടം അക്കുറ പൊരിച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ വാഴയിലയിലാണ് എന്താ പറയുക വിളമ്പുന്നത്. ഈ ഒരു കറിയും കാര്യങ്ങളിലില്ലേ 2-3 ദിവസം നമുക്ക് എത്തും കേട്ടോ. പെട്ടെന്ന് തന്നെ തീരൊന്നും ചെയ്യില്ല. പക്ഷേ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കും. മീൻ കറിയെല്ലാം ഉണ്ടാക്കുമ്പോൾ മീൻ കറിയെല്ലാം വെക്കുന്നൊരു ടേസ്റ്റ് കൂടുമെന്നെല്ലാം പറയൂലേ. പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും അത് കുറേ ഐറ്റം മാറും. കാര്യം വീഡിയോയും കൂടി ചെയ്യുമ്പം നമുക്ക് എന്തോ കുറഞ്ഞ അതിൽ തോന്നും. പിന്നെ കുറച്ചധികം ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഞാൻ ഷെയർ ആക്കും. അതും സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ, നമ്മൾ കുക്ക് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്നെല്ലാം പറയുമ്പോൾ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ചോറ് വിളമ്പലാണ്. നല്ല ടേസ്റ്റിയുള്ള ഐറ്റംസാണ്, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതിൽ അധികം മുളകില്ലാത്ത നല്ല നേരിയ മീൻ കറിയാണ്. നല്ല നേരിയ ദോശക്കെല്ലാം കഴിക്കാൻ അടിപൊളിയാണ്. ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാം അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. അതെല്ലാം കഴിഞ്ഞ് മുറ്റത്തിങ്ങനെ എന്താ പറയുക ഗ്രാസ് കട്ട് ചെയ്തതും കാര്യങ്ങളെല്ലാം അങ്ങനെ നോക്കലാണ്. ഗ്രാസ് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ എന്തോ ഒരു ശൂന്യതുപോലെയാണ് ഫീൽ ചെയ്യുക, മുറ്റം പച്ചപ്പില്ലാണ്ട് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.